സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അക്ബർ ഖാൻ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ തൻ്റെ വൈഫിനോടുള്ളൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ഇത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചിട്ടുള്ള ആ ഒരു അവോയ്ഡ്നെസ് ആണ് ഈ വീഡിയോയിൽ കാണുന്നത്. അക്ബർ ഖാൻ എന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആർക്കും അധികം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി തന്നെയായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് അനുമോളോടുള്ള ദേഷ്യം കൊണ്ടും ജിസേൽ ആര്യനോടുള്ള ഇഷ്ടം അക്ബറിലോട്ട് മാറിയ ആ ഒരു രീതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത്ര നല്ല വെടിപ്പുള്ള എന്ന് വെച്ചാൽ ഒരു മോശ പ്രകൃതക്കാരൻ എന്നല്ല, എങ്കിലും കുറച്ച് കുശുമ്പും കുന്നായ്മയും റൂഡും അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ, കുറച്ച് സെൽഫിഷ്നെസ്സും, നല്ല രീതിക്ക് സെൽഫിഷ്നെസ്സും ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് അക്ബറിനെ തോന്നിയിട്ടുള്ളത്. ഇത്രയും പബ്ലിക്കിൻ്റെ മുൻപിൽ തൻ്റെ വൈഫ് ഒരു പൂവായിട്ട് വന്നപ്പം അക്ബറിനെ കാണാതിരിക്കാൻ, അക്ബറിന് നല്ല ഹൈറ്റുള്ള വ്യക്തിയാണ്, അത്യാവശ്യം ആരാണ് തൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു വിവരം ബോധമൊക്കെ അക്ബറിനുണ്ട്. അക്ബർ ഓൾറെഡി വൈഫിനെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ വൈഫിന് തന്ന പൂവ് തള്ളി മാറ്റിക്കൊണ്ടൊന്നും ഉപ്പയടുത്തുള്ള സ്നേഹപ്രകടനം കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഉപ്പയായാലും അമ്മയായാലും വൈഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവരെല്ലാവരും, അല്ലേ? നമ്മൾ ആ ഒരു പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, ഒരു റോയൽ ഫാമിലി എന്നൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊരു ആളാണ് അവർ. അങ്ങനെ ആ ഒരു റോയൽ ഫാമിലി ആയതുകൊണ്ട് ഒരു റെസ്പെക്റ്റും ഒന്ന് കൊടുക്കണം എന്നല്ല. എപ്പോഴാണെങ്കിലും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈഫിന് തന്നെയാണ് നമ്മുടെ ലൈഫിൽ പ്രാധാന്യം. വൈഫ് കിടന്നൊന്ന് കഷ്ടപ്പെടുക, പുള്ളീനെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മയുടെ സ്നേഹപ്രകടനം കാരണം വൈഫിൻ്റെ അതിന് ഇടയിലൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ലൈക്ക് ഓക്കെ, അമ്മമാർക്ക് സ്നേഹമുണ്ട്, മക്കളോട് പെരുത്തിഷ്ടമാണ്, അതെല്ലാ അമ്മമാർക്കും മക്കളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന അത്രയും പ്രാധാന്യം അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തെങ്കിലും ഭാര്യയെ ഒന്ന് ഹഗ് ചെയ്തിട്ട്, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ലേ? അല്ലാതെ ഒരു ടോക്സിക് ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ വിചാരം എൻ്റെ മോൻ കല്യാണം കഴിച്ചാലും വൈഫിനെ കൂടുതൽ സ്നേഹിക്കരുത്, എന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കണം എന്നൊരു കൈൻഡ് ഓഫ് അമ്മയെപ്പോലെ എനിക്ക് ഇതിനകത്ത് കണ്ടപ്പോൾ തോന്നി. വൈഫ് ഈ അമ്മയുടെ അനിയത്തി ആരൊക്കെയാണെന്ന് അറിയത്തില്ല, എല്ലാവരുടെയും ഇടയിൽ കിടന്ന് പെരളുവാ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ലെവലിലൊന്നും ഒരു റിലേഷൻ കൊണ്ടുപോകരുത്, അങ്ങനെയല്ല വേണ്ടത്. അതും ഒരു ഇത്രയും പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ എത്ര മീഡിയക്കാരുടെ മുൻപിൽ നിൽക്കുമ്പം അങ്ങനെയല്ല ഒരു വൈഫിൻ്റെ അടുത്ത് കാണിക്കേണ്ടത്. ഇനിയെങ്കിലും അക്ബർ ഖാൻ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ഇത് ആൾക്കാർ ഒരുപാട് പേര് ഏറ്റെടുത്ത് കഴിഞ്ഞു. പുള്ളിക്കാരത്തി പിന്നെ എന്നാത്തിനാന്നേ ഇത്രയും ഷോ ഒക്കെ കാണിച്ച് അവിടെ നിന്നത്? ഇത്രയും ഷോ കാണിച്ച് ബൗൺസേഴ്സിനെ വിളിച്ച് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് ഹസ്ബൻഡിനെ, അതും പോയ സമയം തൊട്ട് ഇന്ന് നിമിഷം വരെയും എത്രയോ സപ്പോർട്ട് ചെയ്ത് അത് പിന്നെ എല്ലാ വൈഫുമാരുടെയും കടമയാണ്. പക്ഷെ തിരിച്ചും ഹസ്ബൻഡിനും ഒരു കടമയുണ്ട്, അല്ലേ? ഹസ്ബൻഡ് ഒരിക്കലും വൈഫിനെ അവോയ്ഡ് ചെയ്തിട്ടാവരുത് അമ്മയോടും അച്ഛനോടും ഒക്കെയുള്ള സ്നേഹപ്രകടനം കാണിക്കേണ്ടത്. എനിക്കിത് കണ്ടപ്പം ഒരു കൈൻഡ് ഓഫ് ടോക്സിസിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാം.